സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തിലും ഓരോ കളിക്കളം എന്ന പ്രഖ്യാപിത പദ്ധതി പൂർത്തീകരണത്തിലേക്കെന്ന് സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹിമാൻ കുര്യൻമലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കായിക മന്ത്രി. മൂവാറ്റുപുഴയിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിന്റെ പണികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തിലും ഓരോ കളിക്കളമെന്ന പ്രഖ്യാപിത പദ്ധതി പൂർത്തീകരണത്തിലേക്കാണെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മൂവാറ്റുപുഴ കുര്യൻമലയിൽ ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് നിർമ്മിച്ച മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മൾ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം 465 പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ലാതിരുന്നത്. അതിൽ 124 പഞ്ചായത്തുകളിൽ ഇപ്പോൾ കളിക്കളത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ MLA-മാരും അതോടൊപ്പം മറ്റ് വിവിധ വകുപ്പുകളുടെ ഫണ്ടുകളും ഉപയോഗിച്ച് 100ഓളം കളിക്കളങ്ങളുടെ നിർമ്മാണവും നടക്കുക. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ 8 പഞ്ചായത്ത് കളിക്കളങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ആദ്യം പണി പൂർത്തീകരിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ കളിക്കളമാണ് ആര്യന്മാർ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഏറ്റവും പഴയ മുനിസിപ്പൽ ചെയർമാൻ്റെ പേരാണ് ഇതിന് നൽകിയെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. സദാശിവൻ നായർ ഇവിടെ കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വേദിയിൽ. അപ്പോൾ അതും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒന്നായി ഈ പേര് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം മൂവാറ്റുപുഴയിലാണ് നടക്കുന്നത്. 42 കോടി രൂപയാണ് നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് കായിക താരങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രകാരം നമുക്ക് 3 മാസത്തിനകം അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ജില്ലാ സ്റ്റേഡിയമായി മൂവാറ്റുപുഴയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പണികൾ 3 മാസത്തിനകം പൂർത്തീകരിക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 70 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡിലാണ് മിനി സ്റ്റേഡിയം നിർമ്മിച്ചത്. ടർഫ് മോഡൽ സ്റ്റേഡിയമാണിത്. ഗ്യാലറി, ഫ്ലഡ് ലൈറ്റ് സംവിധാനം എന്നിവയുമുണ്ട്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 80 സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയം ഉയർന്നത്. സർക്കാരിൽ നിന്നും 35 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയുടെ നഗരസഭാ വിഹിതവും ഡീൻ കുര്യാക്കോസ് MP ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയും ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA-യുടെ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയും സ്റ്റേഡിയത്തിനായി വിനിയോഗിച്ചിട്ടുണ്ട്. സമീപ പഞ്ചായത്തുകളായ വാളകം, പായിപ്ര എന്നിവിടങ്ങളിലെ യുവജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് കുര്യൻമലയിൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാനുമായിരുന്ന അന്തരിച്ച അഡ്വക്കേറ്റ് KR സദാശിവൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ടർഫ്, മഡ് കോർട്ട്, ഗ്യാലറി, ഓഫീസ്, വിശ്രമമുറികൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ PP എൽദോസ് അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, മുനിസിപ്പൽ ഉപസമിതി അധ്യക്ഷന്മാരായ അജ്മോൻ അബ്ദുൽ ഖാദർ, PM അബ്ദുൽ സലാം, ജോസ് കുര്യാക്കോസ്, നിസ അഷ്റഫ്, മുനിസിപ്പൽ സെക്രട്ടറി H. സിമി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് അനീഷ് M. മാത്യു, അഡ്വക്കേറ്റ് KM സലീം, PM ഏലിയാസ്, ജോളി പൊട്ടയ്ക്കൽ, സോജൻ പിട്ടാപ്പള്ളി, കൗൺസിലർമാരായ അമൽ ബാബു, R. രാകേഷ്, KG അനിൽകുമാർ, നെജില ഷാജി, ബിന്ദു ജയൻ, അസം ബീഗം, KK സുബൈർ, ബിന്ദു സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും
ഇനി നിങ്ങളിലേക്കും.